ഹലോ, ഞാനിവിടെ മുതിര കുമ്പളങ്ങ മുളകിട്ടത് വെക്കുക കേട്ടോ. അതിനകത്ത് തേങ്ങ വേണം, കുറച്ച് തേങ്ങ വേണേ. നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിയണം, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ തുടങ്ങുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഞങ്ങൾ അടുപ്പിൽ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഉള്ളി ഇട്ട് വഴറ്റുവാണ്. പച്ചമുളക് ഇട്ടു. അതുപോലെ നമ്മളിപ്പം വെളുത്തുള്ളി ഇട്ടു കേട്ടോ. വെളുത്തുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു. അത് നല്ലോണം വഴറ്റുവാണ്. ഇത് വഴറ്റുക കേട്ടോ, നന്നായിട്ട് വഴറ്റണേ. വഴന്ന് വരുമ്പോൾ ഇത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് മുതിര ആദ്യം അടുപ്പിൽ വെച്ചു കേട്ടോ. അടുപ്പിൽ വെച്ചിട്ട് കുക്കറിലാണ് വെച്ചത്. കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചൊരു 5-8 വിസിൽ വരുന്നിടം വരെ ഞങ്ങൾ വേവിച്ചേ മുതിര. അതിന് ശേഷം വേറെ വേവിച്ചത്. കുമ്പളങ്ങയും മുതിരയും വേറെ കേട്ടോ വേവിച്ചത്. കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരവി ഞങ്ങളുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേ കുമ്പളങ്ങയുടെ ഗുണം അറിയാമല്ലോ അല്ലേ. കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ വയറിന് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ഒരു നല്ലൊരു ഫുഡായിട്ട് കഴിക്കാം. ഇതിനകത്ത് നമ്മൾ വഴറ്റിയ നമ്മുടെ അരപ്പുണ്ടല്ലോ, നമ്മൾ ആ ഉള്ളി വഴറ്റിയില്ലേ, അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു, ഒന്നുകൂടി വഴറ്റുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒക്കെ വഴറ്റിയത് കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. സ്വല്പം മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ച് ഉപ്പൊഴിക്കുക കേട്ടോ. ഇനി അതിനകത്തേക്ക് ഉപ്പൊഴിച്ചിട്ട് ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരാനായിട്ട് നമ്മൾ ഉപ്പൊഴിക്കണം. അപ്പോൾ ഒരു 2 സ്പൂൺ ഉപ്പൊഴിക്കണം കേട്ടോ. കാരണം ബാക്കി എല്ലാ സാധനം ഒന്നിനും ഞാൻ ഉപ്പൊഴിക്കാതെയാണ് അടുക്കള വെച്ചത്. അതുകൊണ്ട് 2-3 സ്പൂൺ ഒഴിക്കുകയാണേ. ഇനി ഉപ്പ് വെള്ളമാകുമ്പോൾ ഗുണമുണ്ട്, നമുക്ക് അധികം ആകിയല്ല. ഉപ്പ് വേണ്ടാത്തവർക്കൊന്നും അധികം ആകില്ല കേട്ടോ. പക്ഷേ ഈ മുതിര ഈ മഴക്കാലത്ത് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണേ. വയറിന് സുഖം കിട്ടാനും നല്ല എനർജി ഉണ്ടാകാനും മുതിര എന്താ പറയുക, ഇതൊരു മരുന്നാണ് കേട്ടോ. മഴക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന മരുന്നാണ്. പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ മരുന്നാണ്. പ്രസവ മരുന്നെന്ന് പോലും പറയാതിരിക്കും. ഇത് ഇങ്ങനെ നല്ലോണം വഴറ്റിയിട്ട് നമ്മൾ മുതിര ചേർത്ത് കുമ്പളങ്ങയും ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പ്രസവിച്ച് ഉള്ള പെൺകുട്ടികളില്ലേ, പ്രസവിച്ചവർ, അവർക്കുള്ള മഴക്കാലത്ത് പ്രത്യേകിച്ച് പ്രസവിച്ച് കിടക്കുമ്പോഴും ഒക്കെ കൊടുക്കുന്ന മരുന്നാണ് കേട്ടോ. ഈ മരുന്നിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉള്ളൊരു ഫുഡല്ലല്ലോ. ശരിക്കും മുതിര എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അത് സ്ഥിരമായിട്ട് ആരും കഴിക്കാറില്ല. അതിൽ കുറച്ച് മുളക് പൊടി ഞങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇടുവാണ്. പിന്നെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഈ മക്കളൊക്കെ പ്രസവിച്ച് കിടക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തനിച്ച് ആരുമില്ലാത്ത വീടുകളിലൊക്കെ വിദേശത്തൊക്കെ ആയിരിക്കുന്നവർക്കൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ചാൽ നല്ലോണം ശരീരത്തിന് ബലം കിട്ടാനും ആരോഗ്യം കിട്ടാനും ഒക്കെ നല്ലതാണ്. മുതിര കുമ്പളങ്ങ അതിൻ്റെ കൂടെ നമ്മളിടുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ട് കുരുമുളക് പൊടി കാണിക്കാൻ മറന്നുപോയി. കുരുമുളക് പൊടിയാണ് നമ്മൾ പിന്നെ ഇടുന്നത് കേട്ടോ. നമ്മൾ കുരുമുളക് ഒന്നുകൂടി ഒന്ന് വഴറ്റുവാണ്. ആദ്യം നമ്മൾ ചെറിയ ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, എല്ലാം കൂടെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും എല്ലാം കൂടി ഇട്ടു. പിന്നെ തേങ്ങയും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്നുകൂടെ വഴറ്റുക കേട്ടോ.
അപ്പോൾ നമ്മളുടെ മുതിര കുമ്പളങ്ങക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുമ്പളങ്ങയുടെ ഗുണം എന്നാണെന്നറിയാമോ? വയറിന് ഭയങ്കര നല്ലത്. അസിഡിറ്റി ഉണ്ടായി നമ്മുടെ വയറിൽ എന്ത് കഴിച്ചാലും വീട്ടുമരുന്നൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, എന്ത് കഴിച്ചാലും അസിഡിറ്റി ഉണ്ടാക്കിയതാ. പിന്നെ ബി കോംപ്ലക്സ് ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ കുമ്പളങ്ങയിൽ ഒത്തിരി അമിനോ ആസിഡുകളും ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളത് പിന്നെ പച്ചക്കറികളിൽ ഓലനം, തീരം, അവിലോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കുമ്പളങ്ങ കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ടല്ലോ. പക്ഷേ ഇങ്ങനെയൊരു വെറൈറ്റി ഞാൻ ആദ്യം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്നെ സഹായിക്കാൻ ഒരാളുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരിയാണ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും പറഞ്ഞു തരുന്നതും. എന്താണേലും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, നമുക്കൊന്ന് പരീക്ഷ നോക്കാം സാധനം എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. ഈ കുമ്പളങ്ങ മുതിരക്കറി സ്പെഷ്യലാണ്, മുതിര കുമ്പളങ്ങ കറി. ഇപ്പം ഞങ്ങൾ മുതിര ഇടുക കേട്ടോ. മുതിര നേരത്തെ വേവിച്ചിട്ട് നല്ലോണം വേകണം, നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുതിര. അപ്പോൾ അത് നമ്മൾ മുതിരയിട്ട് ഒന്നുകൂടി നമ്മൾ മുതിരയിട്ട് ഒന്ന് വഴറ്റുക. ഇനി നമുക്ക് കുമ്പളങ്ങ ഇടാൻ തോന്നുന്നു അല്ലേ? നമ്മൾ കുമ്പളങ്ങ ഇടുവാണേ. നന്നായിട്ട് വെന്ത കുമ്പളങ്ങയാണ്. അപ്പം ഈ മുതിരയും കുമ്പളങ്ങയും കൂടെ നല്ലപോലെ യോജിക്കും. മുതിരയും നന്നായിട്ട് വേകണം, കുമ്പളങ്ങയും നന്നായിട്ട് വേണം. അപ്പോൾ രണ്ട് സെപ്പറേറ്റാണ് വേവിച്ചത്. അപ്പോൾ കുമ്പളങ്ങയ്ക്ക് വേവ് കുറവല്ലേ, അപ്പോൾ തീരെ അങ്ങോട്ട് അവിഞ്ഞു പോവില്ല, തീരെ അളിഞ്ഞങ്ങ് പോവില്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഈ കുമ്പളങ്ങയും മുതിരയും വേറെ വേറെ വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങക്കറി മുതിര കുമ്പളങ്ങക്കറിയുടെ റെഡി ആയിരിക്കുന്നു. മഴക്കാലത്തെ നല്ലൊരു വിഭവമാണ്. മുതിര ഡെയിലി കഴിച്ചാൽ അത്രയും നല്ലത് നമ്മുടെ ശരീരത്തിന്. നമ്മൾ ഈ ഓവറായിട്ട് ചോറൊക്കെ കഴിക്കുന്നതിലും നല്ലത് നമുക്ക് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കുവാണെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകും. ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ കുറഞ്ഞിരിക്കും. ഇത് ഞങ്ങളുടെ ഒരു നേരത്തെ ഫുഡാട്ടോ. ഞങ്ങളിപ്പം അധികം ചോറൊന്നും കഴിക്കുന്നില്ല. ഒരു നേരത്തെ ഫുഡായിട്ട് ഞങ്ങളിത് കഴിക്കാൻ പോവുക. രാവിലെ വൈകുന്നേരത്തേക്കാണെങ്കിലും ഇത് കൂടി കുറച്ചെടുത്ത് കഴിച്ചാൽ നമുക്കൊരു തൃപ്തിയാണ്.